നമസ്കാരം, മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം. പെണ്ണുങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സത്യത്തിൽ പിണറായി വിജയൻ. പെണ്ണുങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ശക്തിയുടെ മറ്റൊരു പേരായി തന്നെയാണ്. കാരണം മറിയക്കുട്ടി അമ്മ എന്ന ആ 70 വയസ്സുകാരി വളരെ ശക്തമായി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് എതിരെ നിന്നത്, മുഖ്യമന്ത്രിക്ക് എതിരാളിയായി നിന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴിതാ അതേ രീതിയിൽ ഒരുപക്ഷെ അതിനേക്കാൾ മടങ്ങ് ശക്തമായി തീ തുപ്പുന്ന വാക്കുകളോടുകൂടി ഒരു വ്യക്തി, ഒരു വനിത, ഒരു സ്ത്രീ പിണറായിക്കെതിരെ നിൽക്കുകയാണ്. എരഞ്ഞോളി സ്ഫോടനത്തിൽ വയോധികൻ മരിച്ചതിന് പിന്നാലെയാണ് CPM-നെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ എം സീന വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. എം സീനയുടെ കുടക്കളത്തെ വീട്ടിൽ പാർട്ടിയുടെ വനിതാ നേതാക്കൾ എത്തുകയും ബുധനാഴ്ച രാത്രിയിൽ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള 3 അംഗ സംഘം എത്തുകയും ചെയ്തിരുന്നു. മകളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നാണ് അവർ അമ്മയെ ഉപദേശിച്ചതായാണ് സീന പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കും. ഇത്രയും കാലം പാർട്ടിക്കാരുടെ ഇടയിൽ ജീവിച്ചതാണ്. അവർ എന്തൊക്കെ ചെയ്യുമെന്നും എന്തൊക്കെ പറയുമെന്നും നല്ല ധാരണയുണ്ട്. ഭയപ്പെടുന്നില്ല. വീട്ടിൽ വന്നവരോട് നിങ്ങൾ നമ്മളെ കൊല്ലുമോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ചിരിയായിരുന്നു മറുപടി എന്ന് സീന പറയുന്നു. സീന വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു നേതാക്കൾ എത്തിയത്. ഒഴിവ് ദിവസങ്ങളിൽ ഭർത്താവിന്റെ തലശ്ശേരിയിലുള്ള വീട്ടിലാണ് സീന താമസിക്കുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ എരിഞ്ഞോളിയിലെ സ്വന്തം വീട്ടിലും. സത്യം വിളിച്ചു പറഞ്ഞിട്ട് കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ. വർഷങ്ങളായി എരിഞ്ഞോളിയിൽ ജീവിക്കുന്നവരാണ്. പറഞ്ഞതെല്ലാം സത്യമാണ്. നുണ പറഞ്ഞതുകൊണ്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല. കൊല്ലാൻ തീരുമാനിച്ചാൽ പോലീസ് വന്നിട്ടൊന്നും കാര്യമില്ല എന്നും സീന പറയുകയാണ്. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന സീന നടത്തിയ വെളിപ്പെടുത്തൽ CPM ഇന്നലെ തള്ളിക്കളയുകയുണ്ടായി. മരിക്കാൻ ഭയമില്ലെന്നും സത്യം പറഞ്ഞതിന് പാർട്ടി വിധിക്കുന്ന ശിക്ഷ മരണമാണെങ്കിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമെന്നുമാണ് സീന പറയുന്നത്. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. ഇതിനു മുന്നേ പറയുമായിരുന്നു, പക്ഷേ നാട്ടുകാർ പലതും പറയരുതേ എന്ന് അപേക്ഷിക്കുകയായിരുന്നു. പറഞ്ഞത് ശരിയല്ല എന്ന തരത്തിൽ സംസാരിക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നും പക്ഷേ അവരാരും സത്യം പറയുന്നില്ല എന്നും പറയുന്നു. എല്ലാവർക്കും പാർട്ടിക്കാരെ പേടിയാണ്. എവിടെയാണ് എപ്പോഴാണ് ബോംബ് പൊട്ടുക എന്ന് പറയാൻ കഴിയില്ല. വർഷങ്ങളായി നാടിന്റെ അവസ്ഥയാണിത്. എവിടെയെല്ലാം ബോംബ് ഉപേക്ഷിച്ചിട്ടുണ്ടെന്നും കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ സാധാരണക്കാർ ഇനിയും മരിച്ചു വീഴുമെന്നാണ് സീനയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എരഞ്ഞോളി സ്ഫോടനത്തിന് വെളിപ്പെടുത്തൽ നടത്തിയ സീനയുടെ വീടിനും പരിസരത്തുമാണ് ഇപ്പോൾ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പോലീസ് സംരക്ഷണം ആവശ്യമുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് അന്വേഷിച്ചതായി സീന പറഞ്ഞിരുന്നു. എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ബോംബ് തിരയാൻ 5 സ്ക്വാഡുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കുടക്കളത്തെയും കതിരൂർ കുണ്ടുചിറയിലെയും CPM പ്രവർത്തകർ തമ്മിലുള്ള ഉൾപോരാണ് ബോംബ് കരുതി വെക്കാൻ കാരണമെന്നാണ് സംശയമുള്ളത്. 2 സംഘടനകളും തമ്മിൽ നേരത്തെയും ഉരസലുണ്ടായിരുന്നു. കുറച്ചുനാൾ മുൻപ് സംഘർഷവും ഉണ്ടായി. ഈ കുടക്കളത്തെ സംഘം കുണ്ടുചിറയിലെ സംഘത്തിലൊരാളെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. പകരം വീട്ടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ കുടക്കളത്തെ പ്രവർത്തകർ സ്ഫോടനമുണ്ടായ വീട്ടിൽ തമ്പടിച്ചിരിക്കാമെന്നും ഇക്കാര്യവും അന്വേഷിക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ പെൺകരുത്തിൽ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിറച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. സീനയെ ഒതുക്കാനുള്ള പല തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ മാധ്യമ ശ്രദ്ധ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം നീക്കം നടത്താൻ തയ്യാറാകുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.